മന്ത്രി മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന ആരോപണവുമായി യുഡിഎഫ് നേതാക്കൾ രംഗത്ത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ എളമരം കരീമും എ പ്രദീപ് കുമാറും ചേർന്ന് ഡിലീറ്റ് ചെയ്തുവെന്നും ചട്ടലംഘനം നടത്തിയ മന്ത്രിയെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും യുഡിഎഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്പോർട്സ് ഫ്രട്ടേണിറ്റി എന്ന പേരിൽ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലെ പ്രസംഗത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായാണ് യുഡിഎഫ് ആരോപിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഭരണസ്വാധീനം ഉപയോഗിച്ച് നടത്തിയ പരിപാടിയിൽ ജനങ്ങൾക്ക് പുതിയ വാഗ്ദാനം നൽകിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് യുഡിഎഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഗുരുതരമായ ചട്ടലംഘനം നടത്തിയ മന്ത്രിയെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും നേതാക്കൾ പറഞ്ഞു. ഇവർ രണ്ടുപേരും ചട്ടലംഘനം നടത്തിയാൽ സ്ഥാനാർത്ഥി ചെയ്തതുപോലെയാണ് ഇലക്ഷൻ ഏജന്റ് ചെയ്താലും അതിന് ഗൗരവമായ നടപടി ഉണ്ടാവണമല്ലോ. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് ഭരിക്കുന്ന പാർട്ടിയാണ് എന്നുള്ള നിലയിൽ ഇലക്ഷൻ്റെ ചുമതല വഹിക്കുന്ന പ്രധാനപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറായ കലക്ടർ അടക്കമുള്ളവർ ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിക്കാൻ പാടില്ല. വളരെ ഗൗരവമായി ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ആക്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾ അവർക്ക് കത്തായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നിങ്ങൾ മുഖാന്തരം ജനങ്ങളോട് പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നഗ്നമായ ചട്ടലംഘനം നടത്തിയതിനെതിരെ ഞങ്ങൾ ഗൗരവമായ രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട് എന്ന വിവരം ജനങ്ങളെ അറിയിക്കണമല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ എളമരം കരീമും എ പ്രദീപ് കുമാറും ചേർന്ന് ഡിലീറ്റ് ചെയ്തതായും യുഡിഎഫ് ആരോപണമുയർത്തുന്നുണ്ട്. ഡിലീറ്റ് ചെയ്ത വീഡിയോ ഫോറൻസിക് സഹായത്തോടെ വീണ്ടെടുക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ അധികാര ദുർവിനിയോഗം നടന്നാൽ തങ്ങൾ ജനകീയമായും നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെ നേരിടുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. എൽഡിഎഫിന് അനുകൂലമായ പ്രവർത്തനം നടത്തിയാൽ ഞങ്ങൾ ഗൗരവമായി തടയും. യാതൊരു സംശയമില്ല. അതൊരു മുന്നറിയിപ്പായിട്ട് അവർ കണക്കിലെടുത്തോട്ടെ. സർക്കാർ മെഷീനറി, സർക്കാർ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. അത് ഭരിക്കുന്ന ഗവൺമെൻറ്റിനോ ഭരണത്തിന് പുറത്തുള്ളവർക്കോ ആർക്കെങ്കിലും പ്രത്യേകമായ അനുകൂലവും ആർക്കെങ്കിലും എതിരായിട്ടും പ്രയോജനപ്പെടുത്തേണ്ടതല്ല. അങ്ങനെ സർക്കാർ മെഷീനറി തിരിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ നഗ്നമായ അധികാര ദുർവിനിയോഗം നടന്നാൽ ഞങ്ങൾ അത് ജനകീയമായി നേരിടും. ഒരു സംശയം വേണ്ട. അതിൽ ഞങ്ങൾ നീതിക്ക് വേണ്ടി ജനകീയമായി നേരിടും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കരുതുന്ന നല്ലതാണ്. നിയമപരമായി നേരിടും, ജനകീയമായി നേരിടും. ജനകീയ പാർട്ടിയല്ലേ ഞങ്ങൾ. നിയമപരമായി ജനകീയമായി നേരിടും. ഞങ്ങൾ നിയമപരമായിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജനകീയമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. ഞങ്ങൾ ജനകീയ സംഘടനയല്ലേ, ജനങ്ങളല്ലേ ഞങ്ങളെ ഏറ്റവും വലിയ ആയുധം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MC മായിൻ ഹാജി, ജനറൽ കൺവീനർ PM നിയാസ്, MA റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.